നമസ്കാരം. ഞാൻ മെന്റലിസ്റ്റ് നിപിൻ നിരവത്ത്. ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് മനസ്സ് എന്ന മാന്ത്രിക ചെപ്പിനെ കുറിച്ചാണ്. മനസ്സൊരു മാന്ത്രിക ചെപ്പാണ്. ഈ ചെപ്പിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഓരോ ആളുകളും ഞാൻ ഇന്നതായി തീരണമെന്ന് ആഗ്രഹിച്ച് പരാജയപ്പെട്ടു വരുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്. പരാജയപ്പെടുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഞാനൊരു ഫിലിം ആക്ടർ ആകണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ നടന്നു, സിനിമ നടനായില്ല. ഒരു ഡോക്ടർ ആകണം എന്ന് ആഗ്രഹിച്ച് കുറെ കാലം പോയി, പക്ഷെ എന്റെ വഴികൾ അങ്ങനെ ആയിരുന്നില്ല, അത് മാറിപ്പോയി. ഞാൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആകണം എന്ന് ആഗ്രഹിച്ചു, അത് നടന്നില്ല. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ആ അംബിഷൻ അല്ലെങ്കിൽ ആ ആഗ്രഹം നടക്കാതെ പോകുന്നു? ഇവിടെ മനസ്സ് എന്ന മാന്ത്രിക ചെപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെ സക്സസ് എന്ന വാക്ക് സാധ്യമാക്കാം? ആദ്യം തന്നെ എല്ലാ ഈ മനഃശാസ്ത്രജ്ഞന്മാരും മനസ്സിന്റെ വിദഗ്ധരും ഒക്കെ പറഞ്ഞ സൈക്കോളജിസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും എന്നിങ്ങനെ രണ്ട് ഡിവിഷൻസ് പറയാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും മനസ്സ് കണ്ടിട്ടുണ്ടോ? ഇല്ല. മനസ്സ് എന്ന് പറയുന്നത് ആരും കണ്ടിട്ടില്ല, പക്ഷെ അതിന് പല ഡെഫിനിഷൻസ് ഉണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിൽ അതിനെ വിഭാവന ചെയ്തിട്ടുണ്ട്. മനസ്സിനെ ഞാൻ പറയുന്നത് എങ്ങനെയാണ്? ബ്രെയിൻ എന്ന ബ്രെയിനിന്റെ പ്രവർത്തിക്ക് കൊടുക്കുന്ന ഊർജം, അതാണ് മനസ്സ്. അത് പ്രവർത്തിക്കാൻ വെക്കുന്ന ഊർജമാണ്, അല്ലെങ്കിൽ അതിന്റെ എനർജിയാണ് മനസ്സ് എന്ന് പറയും. ഇനി കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ. അതെന്താണ്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, കുറെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് കോൺഷ്യസ് മൈൻഡ്. ഒരു സിസ്റ്റത്തില് കുറെ ഡേറ്റാസ് നമ്മൾ എൻട്രി ചെയ്യുന്നു. അത് സേവ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് നഷ്ടപ്പെടും. സേവ് ചെയ്യുന്നത് മെമ്മറിയിലേക്കാണ് എന്ന് പറഞ്ഞതുപോലെ അത് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് നമുക്ക് സങ്കല്പിക്കാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുന്നു, നാളെ ഓർത്തിരിക്കുന്നു എങ്കിൽ ആ സാധനം സബ് കോൺഷ്യസ് മൈൻഡിലുള്ളതാണ്. 10% ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കോൺഷ്യസ് മൈൻഡിനെ. ബാക്കിയുള്ള 90% സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് നമുക്ക് പറയാം. ഇതൊക്കെ കോംപ്ലിക്കേറ്റ് ആവുന്നുണ്ടാവില്ലേ? സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ ഒത്തിരി സിനിമകൾ കാണാറുണ്ട്, ടിവിയില് ട്രെയിലേഴ്സ് കാണാറുണ്ട് അല്ലെ, ഒത്തിരി പ്രൊമോസ് നമ്മൾ കാണാറുണ്ട്, അതിൽ പാട്ടുകൾ കാണാറുണ്ട് അല്ലെ. ഈ പാട്ടുകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ അറിയാതെങ്കിലും മൂളിപ്പാട്ടുകളായിട്ട് പാടുന്ന കേൾക്കാം ഇല്ലേ? നിങ്ങൾ അതിന്റെ ലിറിക്സ് എഴുതിയെടുത്തിട്ട് കാണാതെ പഠിച്ചിട്ടാണ് നിങ്ങളത് പാടുന്നത്? അല്ല, ഒരിക്കലുമല്ല. കാരണം പല ആവർത്തി റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ കോൺഷ്യസ് മൈൻഡിൽ നിന്നും അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് മെല്ലെ അങ്ങോട്ട് യാത്ര ചെയ്യും. അത് അവിടെ ഒരു ബേസായി അവിടെ അതിന് കിടക്കുന്നു. ഇത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ചില ഫ്രീ ടൈമുകളിൽ അറിയാതെ ആ പാട്ടുകൾ മൂളിപ്പാട്ടുകളായി പുറത്തേക്ക് വരുന്നു. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഓരോ മനുഷ്യന്റെയും ബോഡിയില് ഈ മൈൻഡ് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുകയാണ് അല്ലെ. ഇതിങ്ങനെ പ്രോഗ്രാംഡാണ്. ഈ പ്രോഗ്രാം ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിലേക്ക് എന്തെങ്കിലും ഒന്ന് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കുറച്ചുകൂടി ഡെവലപ്പ് ആവും ഇല്ലേ. അതിനൊരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ടാണ് ഞാൻ പറയാൻ നിങ്ങളോട് പോകുന്നത്, അത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു വാഹനം നിങ്ങൾക്കറിയാം, ഫ്യൂവൽ അതിനടിക്കണം. ഓരോ സ്ഥലങ്ങളിൽ ഓരോ പെട്രോൾ പമ്പുകളിൽ നമ്മൾ ഫ്യൂൽ അടിക്കാറുണ്ട്. ചിലത് ഇന്ന പെട്രോൾ പമ്പിൽ അടിക്കുകയാണ്. കാരണം അവിടെ അതിനകത്ത് മായം ചേർത്തിട്ടുണ്ട്, അവിടെ മണ്ണെണ്ണ ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് കരടുണ്ട് എന്ന് പറയാറുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഓരോ തരത്തിലാണ് ഇന്ധനങ്ങൾ അടിക്കുമ്പം നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ യന്ത്രത്തിന് അത് ബാധിക്കുന്നത്, യന്ത്രത്തിന് ഡാമേജ് സംഭവിക്കും അല്ലേ. ഇതുപോലെ നമുക്ക് വിഷ്വലി കാണാൻ പറ്റാത്ത ഒരു എനർജി ഉണ്ട്, ഒരു ഇന്ധനമുണ്ട്, വായു. നമ്മൾ വലിക്കുന്ന ശ്വാസം. ഈ ശ്വാസം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ടെക്നോളജി ഉപയോഗിച്ചുള്ള ശ്വാസത്തിലെ ഘടകങ്ങളും അല്ലെങ്കിൽ വായുവിലെ ഘടകങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ റിയൽ വെറുതെ നമുക്ക് ഈ അന്തരീക്ഷത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും? ഇല്ല. ഭക്ഷണമില്ലെങ്കിൽ അത് ഊർജ്ജമാണ് അല്ലെ. ഭക്ഷണമില്ലെങ്കിൽ നമുക്ക് കുറച്ചു ദിവസമൊക്കെ ജീവിച്ചിരിക്കാൻ പറ്റും. പക്ഷെ വായു ഇല്ലെങ്കിൽ സഡൻ അപ്പോൾ തന്നെ ക്ലോസ് ആയി അല്ലേ. അപ്പം അത് വായുവാണ്, അതൊരു എനർജിയാണ്. ഇതൊക്കെ പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് തരുന്ന ആ ജീവൻ തരുന്നത് വായുവാണ്. ഇനി സീക്രട്സിലേക്ക് പോകാം. പല ആവർത്തി ഞാൻ ആദ്യം പറഞ്ഞു, പല ആവർത്തി ഞാൻ ആഗ്രഹിച്ചു ഒരു ഡോക്ടർ ആകണം, ഒരു ഫിലിം ആക്ടർ ആകണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആകണം എന്ന്. പക്ഷേ
എനിക്കാകാൻ പറ്റിയില്ല, ഞാൻ പരാജയപ്പെട്ടു. ഇവിടെ ആദ്യം പറഞ്ഞ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പാട്ട് അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് പാട്ടായി നമ്മൾ പാടിയപ്പോൾ, അതെങ്ങനെയാ, നമ്മൾ പഠിച്ചതാണോ? അല്ല, റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ അത് തറവായി. ഇതിന് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്തു, ഇല്ലേ? ഇവിടെ ആണ് ഞാനൊരു ഡോക്ടർ ആകണമെന്നുള്ള എൻ്റെ ആഗ്രഹം നിങ്ങൾ പല ആവർത്തി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, സ്വപ്നങ്ങൾ കാണുക, അതുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകളിലേക്ക് മാത്രം ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് കോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് മെല്ലെ ഈ സബ്ജക്റ്റുകൾ കടന്നു വരും. അവിടുന്ന് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് മറ്റുള്ളവർ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇത് മനസ്സിന്റെ ഒരു പ്രതിഭാസമാണ്. ഇനി എങ്ങനെ ഇത് കൃത്യമാക്കി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഞാൻ നേടണമെന്ന് പറഞ്ഞ കാര്യം നേടിയെടുക്കാം എന്നുള്ളത് ഒരു സീക്രട്ട് അതിന് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ ശ്വാസം, ഈ ശ്വാസം ഉള്ളിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ കണ്ണ് അടയ്ക്കുക. കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തെ നമ്മളൊരു വെള്ള പുക പോലെ കണ്ടുകൊണ്ട് ഉള്ളിലേക്ക് ആ ശ്വാസത്തെ നമ്മൾ വലിച്ചെടുക്കുന്നു. എടുക്കുന്ന സമയത്ത് ഈ വെള്ളപ്പുക, നമ്മുടെ കൺസെപ്റ്റിലാണ് വെള്ളപ്പുക, അത് വായുവാണ്, അതിലൊന്നും മലിനങ്ങളൊന്നുമില്ല, അതൊരു വൈറ്റായിട്ട് നമ്മൾ കാണാൻ വേണ്ടിയാണ്. ഒരു വെള്ളപ്പുക നമ്മുടെ ഉള്ളിലുള്ള ആ അവയവങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്നതായിട്ട് ഒന്ന് ചിന്തിക്കുക. എക്സ്ട്രാ കുറെ പവർ നമ്മൾ കൊടുക്കുന്നതായി സങ്കല്പിക്കുക. മെല്ലെ അതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് സമയം നമ്മൾ ഇങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വാഗുകൊണ്ട് ശ്വാസം പുറത്തേക്ക് കളയുക. ഈ സമയത്ത് നമ്മുടെ ചിന്ത ഈ അവയവങ്ങളും അവയവങ്ങളുടെ പോയിന്റുകളിലേക്കുള്ള എന്താ ചെയ്യുക. നമ്മൾ ഓരോരുത്തരുടെയും അവയവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല, വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഫോട്ടോസിൽ കണ്ടിട്ടില്ല. ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിലിരിക്കുന്ന അവയവങ്ങൾ ഒരിക്കലും നിങ്ങളെ പോലെ മറ്റൊരാൾക്ക് ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ടോട്ടലി ഒരു പ്രത്യേക മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ വേറൊരു മനുഷ്യനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവയവങ്ങളും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആ ആശയം അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇന്നതിങ്ങനെ, എന്റെ ഹൃദയം ഇങ്ങനെ ആയിരിക്കും എന്ന ഒരു തോന്നലോടുകൂടി നിങ്ങൾ ആ വായുവിനെ ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് കളയുക. ഇത് 15 മിനിറ്റ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ നിങ്ങൾ 20 ദിവസം ഒരേ സമയം, നിങ്ങൾ രാവിലെ 6 മണിക്കാണ് ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്കിൽ എല്ലാ ദിവസവും അത് 6 മണിക്ക് തന്നെ നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്തിട്ട് 20 ദിവസത്തിന് ശേഷം നിങ്ങളുടെ ഓഫീസിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ നിങ്ങളോട് സ്വയം ചോദിക്കും, നിങ്ങൾ എന്തൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്ന്. സ്വാഭാവികമായിട്ടും ചോദിച്ചിരിക്കും, അത് ചോദിക്കാതിരിക്കാൻ സാധ്യതയില്ല, കാരണം ഇത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ മാത്രം. ഇവിടെ നിങ്ങളോട് പറയുന്നു, ഈ ഒരു ശ്വാസപ്രക്രിയ മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളൊന്നും ആവില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകാനും പോകുന്നില്ല. ഇവിടെ പറഞ്ഞൊരു കാര്യം, ആദ്യം മനസ്സിനെ കണക്ട് ചെയ്താണ് ഞാൻ പറഞ്ഞത്. മനസ്സ് എന്ന് പറയുന്ന ആ മാന്ത്രിക ചെപ്പില് നമ്മളൊരു സന്ദേശം കൊടുക്കുകയാണ്, പല ആവർത്തി സന്ദേശം കൊടുക്കുകയാണ്. എനിക്ക് ഇന്നതാവണം. എന്താവണം? അത് നിങ്ങളുടെ മാത്രം താല്പര്യമാണ്. അത് മാത്രം ആഗ്രഹിച്ച് നിങ്ങൾ സ്വപ്നം കണ്ടുകൊള്ളുക. ഈ പറഞ്ഞ മെഡിറ്റേഷൻ നിങ്ങൾ വളരെ കൃത്യമായി ചെയ്തുകൊള്ളുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വഴി ഇങ്ങനെ പോകും. 100% സക്സസ് ആവും. ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞൊരു കാര്യമാണ്, അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഞാൻ ഒന്ന് പറഞ്ഞതല്ല. അതുകൊണ്ട് ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ആർക്കും ദൂഷ്യമുണ്ടാകുന്ന ഒരു കാര്യമല്ല ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സിന്റെ ഒരു മാന്ത്രിക. ഇനി ഇത് വിശ്വാസത്തോടുകൂടി ചെയ്യണം. വിശ്വാസത്തോടുകൂടി അല്ല ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു മതവിശ്വാസമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലേക്ക് പോകണ്ട. ദൈവം, വിശ്വാസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്, അല്ലേ? വിശ്വസിക്കാത്തവരുണ്ടാവും, നമുക്ക് അവരെ മാറ്റിവെക്കാം, കുഴപ്പമില്ല, അവരുടെ ഇഷ്ടത്തിന് ഒരു പൊട്ടിക്കോട്ടെ. ഞാനൊരു നല്ല തികഞ്ഞ ദൈവവിശ്വാസിയാണ്. നമ്മൾ അമ്പലങ്ങളിലും അല്ലെങ്കിൽ പള്ളിയിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഓതുന്ന മുസ്ലിംമാരുടെയൊക്കെ അടുക്കൽ പോയിട്ട് ചരടൊക്കെ മേടിച്ച് കയ്യിൽ കെട്ടാറുണ്ട്, ഇല്ലേ? കണ്ടിട്ടുണ്ടാവും, ചിലരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടാവും, അല്ലേ? പക്ഷെ ശരിക്കും ഈ ചരടിൽ എന്താ ഉള്ളേ? ഒന്നുമില്ല. മനുഷ്യ നിർമ്മിതമായിട്ടുള്ള കുറച്ച് നാരുകൾ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ചരട്. ഇത് നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇന്ന പള്ളിയിൽ വെച്ചിട്ട് കെട്ടിയതാണെങ്കിൽ അതൊന്നും ഭയങ്കര അത്ഭുതമാണ്. ശരിക്കും അതിലൊന്നുമില്ല. സത്യത്തിൽ എന്താണ്? നമുക്കുള്ളൊരു വിശ്വാസം. ഈ ചരട് നമ്മൾ കയ്യിൽ കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വിശ്വാസം. ഈ വിശ്വാസം 100% സത്യമാണെങ്കിൽ ഈ പറയുന്ന അത്ഭുതങ്ങൾ നടക്കും, ഇല്ലേ? അപ്പൊ അത് നമ്മള് ദൈവികമായ നമ്മുടെ വിശ്വാസങ്ങളുണ്ട്, അല്ലെ? ദൈവത്തോട് നമ്മൾ അഭേദ്യമായിട്ട് കിടക്കുന്ന ഒരു വിശ്വാസമാണ്. ഈ വിശ്വാസങ്ങൾ ഉണ്ടെങ്കിലേ ഞാനിപ്പോ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ
ആകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഡോക്ടർ ആകണം അല്ലെങ്കിൽ ഒരു ഫിലിം ആക്ടർ ആകണം എന്ന് പറഞ്ഞുകൊണ്ട് നോക്കാം, ആകുമൊന്നും ഇല്ല, ഞാൻ ആവാനൊന്നും സാധ്യതയില്ല, ചിലപ്പോൾ ആയാലോ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ആവാൻ പോകുന്നില്ല. ഞാനത് ആവണം, ആയേ തീരൂ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചോളൂ. നിങ്ങൾ 100% സക്സസ് ഉറപ്പാണ്. ഇന്ന് ലോകത്ത് നമ്മൾ ഇഷ്ടംപോലെ ഫിലിം ആക്ടേഴ്സൊക്കെ കാണാം. ഞാൻ അത് കൂടുതൽ എടുത്ത് പറയാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഉള്ളത് അതായതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞത്. ഫിലിം ആക്ടേഴ്സ് നോക്കാം. ഇന്ന് കണ്ട മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, ഇങ്ങനെയൊക്കെയുള്ള പ്രമുഖരായ മലയാളത്തിന്റെ അഭിനയ കലാകാരന്മാരെ നോക്കുക. അവർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങ് സിനിമയുടെ നായകമാണോ? ഇല്ല. അതിനു മുമ്പ് അനവധി വർഷം ഇതിനു വേണ്ടി മനസ്സിൽ സ്വപ്നങ്ങൾ കണ്ട് യാത്രകൾ ചെയ്ത്, കഠിനമായിട്ട് അതിനുവേണ്ടി മാത്രം യാത്രകൾ ചെയ്ത്, അതിനുവേണ്ടി പറ്റുന്നിടത്തോളം പ്രയത്നിച്ച വ്യക്തികളാണ് അവർ സക്സസ് ആയത്. വളരെ സിമ്പിളാണ്. അവർ ചെയ്ത ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറെ അത്ഭുതകരമായ കാര്യമൊന്നുമില്ല. മനസ്സിൽ നന്നായി ആഗ്രഹിക്കുക, അതിനെക്കുറിച്ച് ഡ്രീം ചെയ്യുക, നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്ക് സക്സസ് ഉറപ്പാണ്. ഇനി മറ്റൊരു ടോപ്പിക്കുമായി, മനസ്സിന്റെ തന്നെ മറ്റു വിഭിന്നമായ ഒരു ആശ്ചര്യ സബ്ജക്റ്റുമായി വീണ്ടും വരും. ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങൾ പരീക്ഷിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിന് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. താങ്ക് യു.